ഞാൻ എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ ഒരു വാചകം സിയാവർ രാമചന്ദ്ര കി ജയ. ഞാൻ ജയ ശ്രീറാം എന്ന് പറഞ്ഞില്ല, കാരണം ജയ ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞാൽ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ വിളിക്കുന്നത് മാത്രമാണത്. അതിൻ്റെ അർത്ഥം നമുക്ക് പല കാര്യങ്ങളും അതിൽ ഒരേ സന്ദേശത്തിൽ കൊടുക്കാൻ സാധിക്കും. ഒന്ന്, രാമചന്ദ്രൻ നമ്മുടെ ഭക്തി. രണ്ടാമത്തത്, ചിലവർ ഒരു 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 മഹിള വിരുദ്ധ മൈൻഡ് സെറ്റിൽ സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് രാമനെ. അത് എല്ലാ ജയ ശ്രീറാം മാത്രം രാമനെ ഒറ്റയ്ക്ക് കാണുന്നത്. നേരെ മറിച്ച് നമ്മളുടെ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന പോലെ രാം രാം എന്ന് പറയുന്ന പോലെ ജയ സിയാറാം എന്നും പറയും. എപ്പോഴും ആ സീതയും ഉണ്ടാകുന്നു രാമും ഉണ്ടാകുന്നു ഒരുമിച്ച്. പലവരും സീതയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ അതിനും ഒരു സന്ദേശം കൊടുക്കുകയാണ്. നമ്മൾ ശരിക്ക് പണ്ടത്തെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന രാമനെയാണ് ആലോചിക്കേണ്ടത്, സീതയോടൊപ്പം നിന്ന രാമൻ. ആ സീതാറാം സിയാറാം, അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വാക്ക് ഇറങ്ങിയത്. അതിനെനിക്ക് പ്രത്യേകിച്ചൊരു പറയാനൊരു ഒരു ഒരു സംശയവുമില്ല. ഇതൊരു വെറും ഒരു വ്യക്തിപരമായ ഭക്തിയുടെ കാര്യത്തെക്കുറിച്ച് ഒരു വരി എഴുതി അതിന് ഇത്ര വലിയ വിവാദമാക്കാൻ ഞാൻ ആവശ്യം തോന്നുന്നു. ഒരു മുറിവും ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഒരു രാഷ്ട്രീയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. കോൺഗ്രസ്സുകാർ രാമനെ BJPക്ക് വിട്ടുകൊടുക്കണം, ഇതാണോ നിങ്ങളുടെ ആഗ്രഹം? അത് ഞാൻ ഒരിക്കലും ചെയ്യാൻ തയ്യാറല്ല. അത് മാത്രമല്ല, എൻ്റെ പാർട്ടിയുടെ ഒരു ഭൂരിപക്ഷ വ്യക്തികൾ അത് വിട്ടുകൊടുക്കില്ല. പല ദൈവവിശ്വാസികളുണ്ട് എല്ലാ പാർട്ടികളിലും. പക്ഷേ എൻ്റെ പാർട്ടിയിൽ ഉള്ള ഹിന്ദു രാം ഭക്തന്മാർ നാളെയോ മറ്റന്നാളോ അയോധ്യ പോയാൽ വേറെ ആർക്കും മുറിവ് കൊടുക്കാനല്ല, അവർക്ക് അവരുടെ ഭക്തി കാണിക്കാൻ മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയും പറയുന്ന നിലപാട് ഇത് രാമക്ഷേത്രം അത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയായി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് രാമക്ഷേത്രത്തിനെതിരാണ് എന്നാണ്. അല്ലല്ല, ഈ ചടങ്ങിനെ എതിരിച്ചു. ചടങ്ങിനെ രാമക്ഷേത്രത്തെ ആരും എതിരിക്കില്ല. ബാബരി പള്ളിയാണ് നീതി എന്നുള്ള ഒരു ബേസിക് ഇതാണ് സെക്യുലർ സ്വഭാവമുള്ള മനുഷ്യർ ചോദിക്കുന്ന ചോദ്യം, രാഷ്ട്രീയ ചോദ്യം. അപ്പോൾ അവിടെ ഒരു രാമക്ഷേത്രമായിരുന്നോ നീതി എന്നുള്ളത് മാത്രമാണ് ക്ലാരിറ്റി വേണ്ട ചോദ്യം. അല്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ അറിയണ്ടാവില്ലായിരിക്കും. പക്ഷേ 1992 ഞാൻ സംസാരിച്ച് ചെയ്തതിനെ എതിരിച്ച് അതിനെ കണ്ടം ചെയ്ത് പ്രഭാഷണം ചെയ്ത് ആർട്ടിക്കിൾ എഴുതി ലോകം മുഴുവൻ എഴുതിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒളിക്കാൻ ആവശ്യമില്ല. ഞാൻ സ്പഷ്ടമായി നിന്നു, ഇത് ചെയ്തത് തെറ്റായിരുന്നു പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് കൂടി ഞാൻ പറഞ്ഞു, പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിലൊരു ക്ഷേത്രം കാണുന്നെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല, ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയത്ത് ചിലൊരു അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാം ജന്മഭൂമി ക്ഷേത്രം കെട്ടുന്ന വിവാദം സുപ്രീം കോടതി തീരുമാനം എടുക്കുന്ന വരെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി തീരുമാനിച്ച ശേഷം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പെടുത്ത നിലപാടിനെ പറയാനുള്ള അവകാശം നഷ്ടം ആയിപ്പോയി. അതിൻ്റെ അർത്ഥം ഒരു രാജ്യത്തിൽ പല വിഷയങ്ങളും തർക്കമുണ്ടാവാം, പക്ഷേ ഒരു ജുഡീഷ്യൽ വിഷയം, ഒരു ലീഗൽ വിഷയം വരുമ്പോൾ അവസാനത്തിൽ തീരുമാനം എടുക്കുന്നത് കോടതിയിലാണ്. ഈ കോടതി ഓരോരോ ലെവലിൽ കയറി അവസാനത്തെ സുപ്രീം കോടതി എത്തി. ആ സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞുവല്ലോ, നമ്മൾ എല്ലാവരും പറഞ്ഞു ഇതാണ് തീരുമാനമാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇനി പഴയ വിവാദങ്ങളെ വീണ്ടും തുറന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കോൺഗ്രസ്സുകാരനും ഇതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. കാരണം ഞങ്ങൾ പറഞ്ഞു സുപ്രീം കോടതി തീരുമാനം വന്നു, ഇനി ക്ഷേത്രം വരും. ഒരേ സമയത്ത് ഒരു മസ്ജിദും സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു, അതും കെട്ടണം. ഐഡിയയിൽ രണ്ടും ഒരേ പേസ് നന്നായി വരായിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. അത് പിന്നെ ഒരു ദിവസം വരുമ്പോൾ അതിനെയും നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കണം. അവിടെയും ഒരു പുതിയൊരു മസ്ജിദ് വരട്ടെ. അതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു, അവർ അതിൻ്റെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഈ സുപ്രീം കോടതി തീരുമാനത്തിന് പ്രകാരം ഈ ക്ഷേത്രം കെട്ടി ഈ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിനെ ഒരു രാഷ്ട്രീയ രീതിയിൽ കൊണ്ടുവന്നതും ഒരു സെലിബ്രിറ്റി ഗ്യാതറിംഗ് ആക്കിയതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാറി നിന്നു.
സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത ആൾ ശശി തരൂർ എന്നുള്ള വിമർശനം മന്ത്രിമാരുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. തിരുവനന്തപുരത്തിന് മന്ത്രിയായിട്ടുള്ള GR അനിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തിരുവനന്തപുരത്തിന്റെ മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത ആളാണ് തരൂർ. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള വിമർശനം പോലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതല്ലേ മറുപടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നേരിട്ട് പറയാം. 3 തവണ BJP എതിരിച്ച് നിന്ന കേരളത്തിൽ ഏക ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് ഞാനാണ്. എൻ്റെ അർത്ഥം 2 തവണ സെക്കൻഡായി BJP വന്ന ലോക്സഭാ മണ്ഡലം എൻ്റെയാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആർക്കും അപ്പോളജി ചെയ്യാൻ ആവശ്യമില്ല. ഞാൻ മതേതരത്തിൻ്റെ ഒരു വോയിസാണ്. ഞാൻ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിലാണ് എൻ്റെ കുറവ് കണ്ടിരിക്കുന്നത്? ഒരു വരിയിൽ ഒരു ട്വീറ്റ് ചെയ്ത ആണോ ഒരു സൈഡിൽ നിങ്ങൾ നോക്കേണ്ടത്? അതോ എൻ്റെ 1000 കണക്കിൻ്റെ എഴുത്തും പ്രഭാഷണങ്ങളും ഒക്കെയോ ഈ വിഷയത്തെക്കുറിച്ച്? ഇതൊക്കെ അർത്ഥമില്ലാത്ത ആരോപണം, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഞാൻ സീരിയസ് ആയി എടുക്കുന്നില്ല. ഇല്ല, ചിത്രമൊന്നും പിൻവലിച്ചില്ല. നോക്കൂ, ഇന്നലെ ലക്ഷക്കണക്കിൻ്റെ ഈ ചിത്രം എല്ലാവരുടെയും സാമൂഹ്യ മാധ്യമത്തിൽ പോകണ്ടായിരുന്നു. കാരണം ഇതാണ് ഇന്നലെ ആദ്യം അറിയപ്പെടുത്തിയത്. അപ്പോൾ ഞാനും ചൂണ്ടിക്കാണിക്കുന്നത്, ഞങ്ങൾ രാമനെ BJPക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഈ ക്ഷേത്രത്തെയും അയോധ്യയ്ക്കും ഒരു BJP ക്ഷേത്രമായിട്ട് അറിയപ്പെടാൻ ഒരു ആവശ്യമില്ല. ഒരു ദിവസം വേറെ രാഷ്ട്രീയ വിശ്വാസമുള്ളവരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും. എന്താ, ഈ ക്ഷേത്രം അവരുടെ അല്ലേ? അയോധ്യ അവരുടെ അല്ലേ? എല്ലാ ഹിന്ദുവിനും BJP ജനിക്കുന്ന നൂറ്റാണ്ടുകൾ മുമ്പ് അയോധ്യയുടെ പ്രാധാന്യം അറിയും. ഞങ്ങൾ എന്തിനാണ് ഈ പുതിയ 1980 ജനിച്ച പാർട്ടിക്ക് ഞങ്ങൾ അയോധ്യ വിട്ടുകൊടുക്കേണ്ടത്? നിങ്ങളിതൊക്കെ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം. അല്ല, അത് ഞാൻ കണ്ടോ, ജനാധിപത്യം നല്ല തന്നെ. അതുപോലെ തന്നെ ഒരു മര്യാദക്കാരൻ SFIക്കാരൻ അകത്ത് വന്നിട്ട് മര്യാദയോട് ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ മറുപടി കൊടുത്തു. അങ്ങനെയാണ് ജനാധിപത്യം നടക്കേണ്ടത്. ഈ മുദ്രാവാക്യങ്ങൾ നിലപിടിച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ടാവില്ല. ഡയലോഗാണ് വേണ്ടത്, സംസാരമാണ് വേണ്ടത്. ഞാൻ വീണ്ടും അവരോട് ചൂണ്ടിക്കാണിക്കണം. അവരൊരു പ്രതിനിധി വന്ന് സംസാരിച്ചു, അത് നന്നായി നടന്നു, ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചോദ്യം മര്യാദയോടെ വെച്ചു, ഞാൻ എൻ്റെ മറുപടി അതേ മര്യാദയോടെ കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ ജനാധിപത്യത്തിൽ. താങ്ക് യു.